ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം. ക്ഷമിക്കുവിൻ, നിങ്ങൾക്ക് ക്ഷമ ലഭിക്കും. ഇന്ന് ഞാൻ നിങ്ങളോടായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു 33 വയസ്സുള്ള യുവാവിനെക്കുറിച്ചാണ്. വ്യഭിചാരത്തിൽ അകപ്പെട്ട സ്ത്രീയെ ജനങ്ങൾ പിടിച്ചുകൊണ്ട് തൻ്റെ മുൻപിൽ നിർത്തിയപ്പോഴും അവളെ തള്ളിക്കളയാതെ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ യുവാവ് തൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസ് തന്നെ 3 പ്രാവശ്യം നിഷേധിച്ചപ്പോഴും അവനെയും തള്ളിക്കളയാതെ തൻ്റെ സഭയുടെ തലവനാക്കി മാറ്റിയവൻ. പ്രാണൻ പോകുന്ന വേദനയിലും ക്രൂശിൽ കിടന്ന് പിടയുമ്പോഴും ഈശോ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇതിൽ കൂടുതൽ എന്ത് മാതൃകയാണ് ഈശോ നമുക്ക് നൽകേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വേദനകളാലും വിഷമങ്ങളാലും ഒന്നും സംസാരിക്കാനാവാതെ ഒട്ടനവധി പേർ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാനും ഈ പുണ്യപ്പെട്ട നോമ്പുകാലത്ത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും അവരോടൊന്ന് സംസാരിക്കുവാനും അവരോടൊന്ന് രമ്യതപ്പെടുവാനും ഒരു ഫോൺ കോളിലൂടെയോ ഒരു മെസ്സേജിലൂടെയോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും പുണ്യപ്പെട്ട ഈ നാളിൽ നമുക്കും സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുടിമെനഞ്ഞു ഞാൻ ക്രൂശിതാ, ക്ഷമിക്കൂ, മറന്നു പോകില്ല നിൻ സ്നേഹം, ഞാൻ മനസ്സു ഞാനങ്ങിലർപ്പിച്ചിടാം.